Hi friends, welcome to my YouTube channel. I'm Jared Santosh. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും പേപ്പേഴ്സാണ്. യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് റെഫർ ചെയ്യാവുന്നതാണ്. ടീച്ചേഴ്സ് ഓൾസോ ക്യാൻ റെഫർ ദിസ് ചാനൽ. യെസ്, അതിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആയാലും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ആയാലും ഏതൊരു യൂണിവേഴ്സിറ്റിയുടെയും BCom ചെയ്യുന്ന ഒരു കുട്ടിക്ക് അതുപോലെ തന്നെ BBA ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എൻ്റെ ചാനൽ റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ, അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാകും, റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാകും. അപ്പോൾ അവർക്ക് റെഫർ ചെയ്ത് പഠിക്കണം, സ്വന്തമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ refer my channel. Okay, and നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് റിവേർട്ട് ചെയ്യാവുന്നതാണ്. I will help you. Okay, and once again welcome to my channel. Like, share and subscribe. Yes, we can move together. Yes, here let's start with the fundamentals of financial accounting paper. Yes, let's see in the very beginning accounting definition. Students, what is accounting definition? The American Institute of Certified Public Accountants defines accounting as the art of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the results thereof. So this is the definition of accounting. Okay, from this definition you can understand what are the features or characteristics of accounting and what are the steps to be done while doing accounting work. Okay, let's see the definition again. You can see it is the art of recording. In the very beginning we have to analyze all the transactions of our organization and that we need to record in our books of accounts. It is the art of recording. In the very beginning we have to record all the transactions. Okay, for example, purchase goods worth rupees 50,000. So 50,000 rupeesൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായി. അതിനുള്ള ഇൻവോയ്സും നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് സോഴ്സ് ഡോക്യുമെൻറ്റ്, അത് നമ്മുടെ കയ്യിലുണ്ട്. സോ അതങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. വി ഹാവ് ടു അക്കൗണ്ട് ദ സെയിം ഇൻ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, സോ നമ്മളത് ജേണലിൽ റെക്കോർഡ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ്, പർച്ചേസ് രജിസ്റ്ററിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഓർ വി വിൽ റെക്കോർഡ് ദ സെയിം ഇൻ അവർ സബ്സിഡിയറി ബുക്ക് ഓർ അവർ ജേണൽ. സോ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. Next we will do the classification. Okay, next we will do the classification. So purchase related ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒറ്റ ടേബിളിലേക്ക് കൊണ്ടുവരും. all purchases will be recorded in one table. സെയിം ലൈക്ക് എല്ലാ ബാങ്ക് ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സും നമ്മൾ ഒറ്റ ടേബിളിലേക്ക് കൊണ്ടുവരും. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഒറ്റ ടേബിളിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇങ്ങനെ ഓരോ ഹെഡിങ്ങും സെപ്പറേറ്റ് ടേബിളിൽ നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ദെൻ വി വിൽ സമ്മറൈസ്. ദെൻ ഈ ഒരു ടേബിളിൽ കൊണ്ടുവന്നതിന് ശേഷം വി വിൽ ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഇൻ ഈച്ച് അക്കൗണ്ട്സ്. We will find out balance in each accounts. Then we need to transfer the same to trial balance for checking arithmetical accuracy of accounts. If the trial balance is tally, then we can assume that നമ്മൾ റൈറ്റ് വേയിലാണ് അല്ലെങ്കിൽ റൈറ്റ് മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ ആഫ്റ്റർ preparation of trial balance,
we will move to the preparation of final accounts. So the basis of preparation of final accounts will be trial balance. Trial balance നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ എയിം ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്? The preparation of the aim for the preparation of trading and profit and loss account is to find out the operating profit or loss generated during the particular year, okay, or during particular period. And we will prepare balance sheet also, no? So the aim for the preparation of balance sheet is to find out the position, is to ascertain the position of the organization. Organization's position അല്ലെങ്കിൽ status അറിയണമെന്നുണ്ടെങ്കിൽ we need to prepare balance sheet. See, last line you can see interpreting the result thereof. Interpreting the result. So the ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ്, എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നതെന്നും അതുപോലെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഡെഫിനേഷൻ. യെസ്, see the features of accounting: recording of transaction, classification of transactions, summarizing and interpreting the result. These are the features of accounting. As I said already, I will show the definition again. See the definition: recording of, it is the art of recording, classifying, summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. One more thing I want to say you, നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ മണി ടേംസിലാണ് വാല്യൂ ചെയ്യുന്നത്. വി ഹാവ് ടു വാല്യൂ ദ സെയിം ഇൻ മണി ടേംസ്. ഓക്കെ, I will say one example. Salary of general manager rupees 50,000. Okay, general managerൻ്റെ സാലറി 50,000 rupees ആണ്. ഓക്കെ, ആൻഡ് ആ ഒരു ജനറൽ മാനേജർ അയാളുടെ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം വർക്ക് ചെയ്യുന്ന സമയത്ത്. സോ വി നീഡ് നോട്ട് അക്കൗണ്ട് ഇൻ്റലിജൻസ് സെപ്പറേറ്റ്ലി. വി കാനോട്ട് അക്കൗണ്ട് ഇൻ്റലിജൻസ്. ഓക്കെ, അയാളുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അയാളുടെ ടാലൻറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. ബട്ട് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സാലറി ഫിക്സ് ചെയ്യുന്നത്. ബട്ട് വി കാനോട്ട് മെഷർ ഇൻ ടേംസ് ഓഫ് മണി. വി കാനോട്ട് മെഷർ ഹിസ് ഇൻ്റലിജൻസ് ഓർ ടാലൻറ്റ് ഇൻ ടേംസ് ഓഫ് മണി. ക്ലിയർ? സോ അത് നമുക്ക് സെപ്പറേറ്റ്, ഇൻ്റലിജൻസ് ഓഫ് ജനറൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. സോ ഓൾ ദി ട്രാൻസാക്ഷൻ ഷുഡ് ബി മെഷേർഡ് ഇൻ മണി ആൻഡ് ദാറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. Yes, students. So all of you are like, share and subscribe my channel and promote